നമസ്കാരം. ഈ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊരു ആപ്തവാക്യം കേട്ടിട്ടില്ലേ? അത് രാമായണത്തിലുള്ളതാണോ, മഹാഭാരതത്തിലുള്ളതാണോ, ഉപനിഷത്തിലുള്ളതാണോ, ഭഗവത്ഗീതയിലുള്ളതാണോ എനിക്കറിയില്ല. ഏതായാലും ആ ആപ്തവാക്യം ഇവിടെ ഫിറ്റാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. ഈ ആർക്കോ എന്ന് പറയുമ്പോൾ ആരെന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും അറിയാതെ ലീഗിന് വേണ്ടി കുരയ്ക്കുന്ന അല്ലെങ്കിൽ തിളയ്ക്കുന്ന സാമ്പാർ. TG മോഹൻദാസിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്നൊക്കെയും പറയില്ല. അതുപോലെയാണ് വീട്ടിൽ വന്ന് ആ മനുഷ്യനോട് പറഞ്ഞാൽ മതി, ഇന്ന ദിവസം നമ്മളെ ഹാജരാവാൻ പറഞ്ഞാൽ മതി. അങ്ങനെ എവിടേക്ക് പോകാനാ? അതിന് പകരം അത് വലിയൊരു ഉത്സവമാക്കി മാറ്റി. ആർക്കോ വേണ്ടി അതിനെ വലിയൊരു മഹാസംഭവമാക്കി മാറ്റി. 2 പോലീസുകാർ അല്ലെ ഒരു പോലീസുകാരൻ ചെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ഇതുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയാമോ? ഇതുവരെ അദ്ദേഹം വീടിൻ്റെ മുമ്പിലെ കുറ്റിമുല്ലയായിരുന്നു, അല്ലെങ്കിൽ മന്ദാരമായിരുന്നു. ഇപ്പോൾ വനാന്തരത്തിലെ വീട്ടിത്തടി അല്ലെങ്കിൽ അശ്വത്ഥം എന്ന് പറയും, ആൽമരമായി വളർന്നു. അതുണ്ടായത്. ഇതുവരെ കൃഷ്ണമൃഗമായിരുന്നു അദ്ദേഹം. ദാറ്റ് മീൻസ് നമ്മൾ പുള്ളിമാൻ എന്നൊക്കെയും പറയില്ലേ, അങ്ങനെ ഒരു നിരുപദ്രവ ജീവിയായിരുന്നു. ഇപ്പം അദ്ദേഹം ഹൈന്ദവ സംസ്കൃതിയിൽ പറയുന്ന പോലെ സ്വയമേവ മൃഗേന്ദ്രത. അദ്ദേഹമായിട്ട് തന്നെ മൃഗേന്ദ്രനായിട്ട്, സിംഹമായിട്ട് വളർന്നു, അഥവാ വളർത്തി എന്നുള്ളതാണ് സത്യം. TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ട് 3 വർഷം ശിക്ഷ ലഭിച്ചേക്കാം. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലായിട്ടുള്ള സംഘപരിവാർ സൈദ്ധാന്തികൻ അഥവാ സഹയാത്രികൻ, അഥവാ അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ RSSകാരൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാഖയിൽ പോകുന്ന RSകാരൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സംഘവസ്ത്രങ്ങളും അണിഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ആ കുറ്റങ്ങളുടെ പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നയങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കാനുള്ള അവകാശമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയെ പോലും, അത് നിങ്ങളെല്ലാവരും കേട്ടതാണത്, അസംബന്ധം പറഞ്ഞത്. അവർക്കെതിരെ കേസൊന്നുമില്ല കേട്ടോ. വേറെ കാര്യങ്ങളുണ്ട്. കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം. അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല, എന്താണ് അതിൻ്റെ വകുപ്പൊന്നും എനിക്ക് കൃത്യമായിട്ടല്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഞാനായിരുന്നെങ്കിൽ അവരെ ഞാൻ 4 മണിക്കൂർ കൊണ്ട് വെടിവെച്ച് ഒതുക്കിയേനെ എന്നാണ് പറഞ്ഞത്. അവരെ വെടിവെച്ച് ഒതുക്കൂ എന്ന് പറയുമ്പോഴാണ് കലാപത്തിന് ആഹ്വാനമാകുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 192. ഇത് എൻ്റെ നേരെയും എൻ്റെ പോലീസ് കേസിലും അതുണ്ട് കേട്ടോ. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കൽ, അതിനുള്ള ശ്രമം. BNS 353 (1) B. സ്ത്രീത്വത്തെ അപമാനിക്കൽ BNS 79. സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറൽ KP ആക്ട്, കേരള പോലീസ് ആക്ട് 120 (0) എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീ TG മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളിലെല്ലാം 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണെങ്കിലും ഇതിൽ BNS 353 (1) B അത് ജാമ്യമില്ലാ വകുപ്പായതിനാൽ കോടതിയുടെ തീരുമാനത്തിന് വിധേയമാക്കി മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ഇവിടെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയ് വിളിക്കാൻ, ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, പോലീസ് വരുമ്പോൾ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ജയ് വിളിക്കും. ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുടെ കീഴാദികൾ അദ്ദേഹത്തിന് നീണാൾ വാഴട്ടെ എന്നൊക്കെയും പറയും. ഈ ഒരു കാര്യം TG മോഹൻദാസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ജയ് വിളിക്കാൻ വേണ്ടി BJPക്കാരോ RSകാരോ ഹിന്ദു ഐക്യവേദിക്കാരോ വിശ്വന്ത പരിശോധന ആരും വരില്ല എന്ന് കരുതിയത് അതൊരു പൊട്ടത്തരമായി മാറി. വലുതായിട്ട് ഇളകിയിരിക്കുകയാണ് കേരളം, ഹിന്ദുക്കളുടെ കേരളം. അവരുടെ മനസ്സിപ്പോൾ പതുക്കെ ഇവരെല്ലാവരും കൂടി ഹിന്ദുത്വ ഭാവത്തിലേക്ക് സംക്രമിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും TG മോഹൻദാസിൻ്റെ അറസ്റ്റ് വിവേചനപരമാണെന്നാണ് BJP അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അവധി ദിവസം നോക്കി TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തികച്ചും അപലപനീയമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവരുടെ ഭാഗത്തുനിന്ന് വലിയ രൂപത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്. ഇനിയിപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഭാവം പുറത്തു വന്നിട്ടില്ല. BJPക്കാരും അവരുടെ സംഘപരിവാരങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ തുടക്കത്തിലുള്ള ഇനീഷ്യൽ സ്റ്റേജിലുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. ഇന്ന് മുതൽക്ക് എന്താവുമെന്ന് അറിയില്ല. ഏതായാലും നമുക്കിപ്പോൾ TV യിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഇതിൻ്റെ ചില ഉള്ളുകള്ളികളുണ്ട്. വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് പറഞ്ഞ പോലെ ഒരു പോലീസുകാരനെ അയച്ച്
താങ്കൾ ടി ജി മോഹൻദാസ് അല്ലേ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞാൽ പോകാവുന്ന കാര്യമുള്ളൂ. അതിന് പകരമാണ് ഇത്രയും വലിയ ഉത്സവം നടത്തിയത്, തൃശ്ശൂർ പൂരം പോലെ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കാനും ശബ്ദമുയർത്താനും ഉണ്ടാവില്ല എന്നാണ് സത്യം പറഞ്ഞ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ കരുതൽ അസ്ഥാനത്തായിരുന്നു. വലിയൊരു ജനാവലിയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ. ഇത് നേരത്തെ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു ജനാവലിയാണ് ഒത്തുകൂടിയത്. അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ കളിയാക്കി വിളിക്കാറുള്ളത് ഉണക്കച്ചുള്ളി എന്നാണ്. പക്ഷേ ആ ഉണക്കച്ചുള്ളിയെ ഇപ്പോൾ വലിയൊരു അശ്വത്ഥമാക്കിയിട്ട് വലിയൊരു ആൽമരമാക്കി വളർത്തുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇത്ര നാളും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു വെറും ഒരു പടക്കത്തിൻ്റെ ഗാംഭീര്യം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം ഒരു ബോംബിൻ്റേതിന് തുല്യമായിരിക്കും. ഹിന്ദുവിനെ ഉണർത്തുന്ന കാര്യത്തിൽ നമുക്കറിയാം, ഹിന്ദു ഉണരുക, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണർന്നു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ശശികല ടീച്ചറാണ്. അവരെ RV ബാബു വരയ്ക്കും പറയാറുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ സംഘപരിവാറുകാർ അതിനുവേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ഹിന്ദുവിനെ ഉണർത്തുന്ന കാര്യത്തിൽ. അവരെന്തൊക്കെയും ചെയ്യുന്നുവോ അതിനുണ്ടാവുന്ന ഫലം എന്താണാവോ. ഏതായാലും അതിൻ്റെ 100 ഇരട്ടി ശക്തിയിലാണ് ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി ഇപ്പോൾ തങ്ങളുടെ ഈ പ്രവർത്തികളിലൂടെ സതീശൻ ജിയും രമേശൻ ജിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടക്ക് നിന്ന് വരുന്ന സംഘപരിവാർ മഹാപ്രളയം, നോബഡി ക്യാൻ ചെക്ക്, അതുപോലത്തെ പ്രളയമാണ് വരുന്നത്. ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലീഗുകാർക്ക് കിട്ടിയ ഒരു പിടിവള്ളി, അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അൺഫോൾഡ് ചെയ്ത് എക്സ്പോസ്ഡ് ആക്കി കാണിക്കുന്ന ടി.ജി. മോഹൻദാസിനെ പിടിച്ചാൽ പ്രശ്നം തീർന്നു എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ടി.ജി. മോഹൻദാസ് ഒരു രാജഗോപാലയാണ് അതിൻ്റെ വാൽമീയ കയറി പിടിച്ചിട്ടുള്ളത്. ബാക്കി എന്താണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രളയം വരുമ്പോൾ അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടുക. ഒരാൾ പ്രളയത്തിൽ അകപ്പെട്ടു പോയി, ലീഗുകാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒരു ചാക്ക് ഇങ്ങനെ ഒഴുകി വേണ്ടി ഒരു കറുത്ത ചാക്ക് അത് കയറി കെട്ടിപ്പിടിച്ചു. അങ്ങനെ എന്തിനു പറയണു, അതങ്ങനെ ചെന്ന് ഒരു തുരുത്തിൽ ചെന്നു, അവിടെ ചെന്ന് പറ്റി, സന്തോഷമായി. പ്രളയം അപ്പുറത്തേക്കൂടെ ഇപ്പുറത്തേക്കൂടെ ഒഴുകുകയാണ്, അതിന് നടുവിലൊരു തുരുത്തിൽ നിന്ന് പെട്ടു, അത്രത്തോളം രക്ഷപ്പെട്ടല്ലോ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ചാക്കിൻ്റെ ആവശ്യമില്ലല്ലോ, ചാക്കിനെ തള്ളിയപ്പോൾ എന്തായി, ചാക്ക് പോകുന്നില്ല. കാരണം എന്താണ്, അതൊരു കരടിയായിരുന്നു, ചാക്കല്ല, അതൊരു കരടിയായിരുന്നു. ഇതുപോലെ രാജഗോപാലയുടെ വാൽമീലിയാണ് കയറി പിടിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ രാജഗോപാലയുടെ കയറി പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ മുസ്ലിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്ന് മുസ്ലിങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ചെയ്തികളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള അൽ കേരളാക്കി മാറ്റാനുള്ള ചെയ്തികളെക്കുറിച്ച്. ഈ പർട്ടിക്കുലർ സംഭവം, ഈ കേസിന് അസുഖമായിട്ടുള്ള സംഭവം പാർട്ടികൾക്കെതിരെ സംസാരിച്ചു എന്നുള്ളതാണ്. എനിവേ, അപ്പോൾ ഹിന്ദുവിനെ ഉണർത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ ശശികല ടീച്ചർക്കും RV ബാബുവിനും എന്തൊക്കെയും ചെയ്യാൻ കഴിയുന്നുവോ അതിൻ്റെ ഒരു 100 ഇരട്ടി ശക്തിയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആര്? നമ്മുടെ രമേശൻ ജിയും നമ്മുടെ സതീശൻ ജിയും, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അപ്പോൾ അവർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാമല്ലോ. വടക്കിൽ നിന്ന് വരുന്ന സംഘപരിവാർ മഹാപ്രളയം തടയാമെന്ന് ഇവർക്ക് ആര് വിചാരിച്ചാലും അത് നടക്കില്ല. ഈ അറസ്റ്റ് അടക്കം എല്ലാം ലീഗിന് വേണ്ടി, ലീഗിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അതാണ് സത്യം. പക്ഷേ അറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലീഗുകാരോട് UDFിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീഗുകാരെ നോക്കി അവർ ഉള്ളുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടാവും, സന്തോഷമായില്ലേ എന്ന്. മുമ്പ് പറഞ്ഞ പോലെ ഇത്തരം പ്രവർത്തികൾ ഹിന്ദുവിനെ ഉണർത്താൻ അവർക്ക് ഒരു ഏക അഗ്രത ഉണ്ടാക്കാൻ, ഇങ്ങനെ നിൽക്കുന്നതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു നിർത്താൻ ഒരു ഏക അഗ്രത ഉണ്ടാക്കാൻ മാത്രം ഉപയോഗമായിട്ടുള്ള കാര്യമാണത്. ടി.ജി. മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതെന്ന് ആ ന്യായ സംഹിതയിൽ നമുക്ക് നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വകുപ്പുകൾ പറഞ്ഞല്ലോ, സമ്മതിച്ചു. ആ വകുപ്പുകൾ സമ്മതിച്ചു, അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, സമ്മതിച്ചു. അതിൻ്റെ പേരിൽ വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, സമ്മതിച്ചു. ഇനി കോടതിയിൽ ഹാജരാക്കും, സമ്മതിച്ചു. അതിൻ്റെ വഴി അതാണല്ലോ, സമ്മതിച്ചു. കോടതി ശിക്ഷ വിധിക്കട്ടെ, അതല്ലെങ്കിൽ വിധിക്കാതിരിക്കട്ടെ, വെറുതെ വിടട്ടെ, അതെല്ലാം സമ്മതിച്ചു. അതിന് മുൻപൊരു കാര്യമുണ്ട്. ഒരു 2 മാസം മുമ്പ് മുടങ്ങിയൊരു ശബ്ദം ഉണ്ടല്ലോ, വെള്ളാപ്പള്ളി തെമ്മാടി, ഏതവനാടാ വെള്ളാപ്പള്ളി. അതൊരു തെറ്റല്ലേ? അത് കേസെടുത്തുവോ? ഏതവനാടാ സുകുമാര തെമ്മാടി. ഒരു വലിയൊരു കൂട്ടം ആളുകളുടെ നേതാക്കന്മാരവരൊക്കെ, വലിയൊരു സമുദായത്തിൻ്റെ നേതാക്കന്മാരാ. അതും തെറ്റല്ലേ ആ വിളി? കേസെടുത്തോ? ലീഗ് ഭരിക്കും കേരളത്തിൽ, അവരാണോ ഭരിക്കുന്നത്? കോൺഗ്രസ്സുകാർ കേസെടുത്തുവോ? ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് ഉണ്ടാക്കും നിയമങ്ങൾ, ലീഗ് പറയും നിയമങ്ങൾ, ലീഗ് നടപ്പാക്കും നിയമങ്ങൾ. എത്ര വലിയ കുറ്റകൃത്യമാണ് അവർ ചെയ്തത്? അതിനൊക്കെ എന്ത് നടപടിയെടുത്തത്? അവരെ, അഥവാ യൂത്ത് ലീഗിൻ്റെ ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ടി.ജി. മോഹൻദാസ് അവർക്ക് വെടിവെച്ച് വീഴ്ത്തണം, പിന്നെ പെൺകുട്ടികളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, ശരി. പിറ്റേ ദിവസം BJP ഒരു പ്രസ്താവന ഇറക്കുകയാണ്, ഞങ്ങൾ അദ്ദേഹത്തെ BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവിടെ അവസാനിക്കുമോ കാര്യങ്ങൾ? അത്രയായി കഴിഞ്ഞാൽ പിന്നെ FIR വേണ്ട എന്നാണോ? സമൻസ് വേണ്ട, FIR വേണ്ട, മഹസറോ എന്തൊക്കെയാണെന്ന് അറിയില്ല, കോടതി വേണ്ട, പോലീസ് വേണ്ട, ചോദ്യം ചെയ്യൽ വേണ്ട, വിലങ്ങിടൽ വേണ്ട, അങ്ങനെയാണോ?
അതാണോ അതിൻ്റെ വഴി? കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പോലീസിലെ നിയമമില്ലേ, ഭാരതീയ ന്യായ സംഹിതകളില്ലേ, FIR ഇല്ലേ, തെളിവെടുപ്പില്ലേ, കോടതിയിൽ ഹാജരാക്കേണ്ടതില്ലേ? മുസ്ലിങ്ങൾ കുറ്റം ചെയ്താൽ ലീഗുകാരാണോ അത് കുറ്റമാണോ അല്ലയോ എന്ന് നിരീക്ഷിച്ച് ശിക്ഷ വിധിക്കാൻ അല്ലെങ്കിൽ വെറുതെ വിടാനുള്ള ആളുകൾ? ഞാനിപ്പോൾ ഒരു കുറ്റവാളിയായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം എന്നോടല്ല ഉത്തരം പറയേണ്ടത്. ഞാനിപ്പോൾ കുറ്റവാളിയാണ്. കുഞ്ഞാലിക്കുട്ടി ഭരിക്കുമ്പോൾ ഞാൻ കുറ്റവാളി, സന്തോഷമേ ഉള്ളൂ. അത് സംഭവിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഇനിയിപ്പോൾ എത്ര അകത്ത് പോകണമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ TG മോഹൻദാസ് ഇനി കിടക്കുന്നതിന് കുറേ ആൾക്കാർ വായ തുറന്നാൽ അകത്ത്, അതാണല്ലോ സ്ഥിതി. അപ്പോൾ മുസ്ലിങ്ങൾ കുറ്റം ചെയ്താൽ ലീഗുകാരാണോ അത് കുറ്റമാണോ എന്ന് വിധിക്കേണ്ടത്? അവരാണോ FIR തയ്യാറാക്കേണ്ടത്? അവരാണോ നിരീക്ഷിക്കേണ്ടതും വിചാരണ ചെയ്യേണ്ടതും? അവരാണോ ശിക്ഷ വിധിക്കേണ്ടത് അല്ലെങ്കിൽ വെറുതെ വിടേണ്ടതുള്ള ആളുകൾ? ഇവിടെ മുൻപ് പറഞ്ഞ പോലെ ഞങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ഞങ്ങൾ നടപ്പാക്കുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ മേലെ കയറി ചവിട്ടിയല്ലേ ചെയ്തത്? അവിടെ എന്ത് ചെയ്തു? ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, കഴിഞ്ഞു. അവിടെ എന്താ പോലീസ് ചെല്ലാഞ്ഞ്? അവിടെ എന്താണ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാഞ്ഞ്, കോടതിയിൽ ഹാജരാക്കാഞ്ഞ്? ഈ വക മറ്റേ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ കലാപം ഉണ്ടാക്കി കഴിഞ്ഞതാണത്. അത് കലാപം ഉണ്ടാക്കി കഴിഞ്ഞതാണ്. ഞങ്ങളിങ്ങനെ പറയുമെന്ന് പറഞ്ഞതല്ല, കലാപം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കണക്കിലെടുക്കുക, വ്യക്തിയുടെ കണക്കിലെടുക്കേണ്ട. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയെപ്പോലും അസംബന്ധം പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. എവിടെ? അവർ കിടന്ന് നടക്കുന്നു, സുഖമായിട്ട് കിടന്ന് നടക്കുന്നു. അപ്പോൾ അതെന്താ അങ്ങനെ? ഒരു ചോദ്യമല്ലേ? ആരായാലും ചോദിക്കില്ലേ? അതേ ഞാൻ ചോദിച്ചുള്ളൂ. എന്തായാലും ഇപ്പം ഇന്നിപ്പോൾ TGയുടെ അറസ്റ്റിൻ്റെ പേരിൽ അർമാദിക്കുന്നവരൊന്ന് മനസ്സിലാക്കി കൊള്ളുക. ഭാരതം എന്നാൽ കേരളമല്ല. ഭാരതത്തിൻ്റെ അങ്ങേയറ്റത്ത് വരുന്നതെല്ലാം നിരീക്ഷിക്കാൻ ആളുകളുടെ പണ്ടത്തെ പോലെയല്ല. TGയുടെ അറസ്റ്റ് ഇപ്പോൾ ഡൽഹിയിലും ചർച്ചാ വിഷയമാണ്. TGയുടെ അറസ്റ്റ് ഇപ്പോൾ ഡൽഹിക്കപ്പുറത്തും ഹിമാലയ സാനുക്കളിലെ ആശ്രമങ്ങളിലും അത് ചർച്ചാ വിഷയമാണ്. കേരളം എന്തേ ഇങ്ങനെയായത്? ശങ്കരാചാര്യരുടെ നാടെന്തേ ഇങ്ങനെയായത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ നാടെന്തേ ഇങ്ങനെയായത്? പരമഭട്ടാരക ചട്ടമ്പി സ്വാമികളുടെ നാട് എന്തേ ഇങ്ങനെയായത്? ഹിന്ദുക്കൾക്ക് വസിക്കാൻ പറ്റാത്ത ഒരു നാടായിട്ട് കേരളം ഇത്ര പെട്ടെന്ന് മാറിയത് എന്തേ? ആ ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം ഇന്ന് ചൊവ്വയിലേക്കുള്ള ദൂരമൊന്നുമല്ലല്ലോ, പണ്ടത്തെ പോലെയല്ലല്ലോ. ഒരു ലെറ്റർ അയച്ചാൽ 30 ദിവസം വേണം അവിടെ കിട്ടിയാലായി, അത്രമാത്രം. ഇന്നിപ്പോൾ അതല്ലല്ലോ. ഇവിടെ നടക്കുന്ന സംഭവം അടുത്ത മിനിറ്റിൽ അവിടെ അറിയല്ലേ, അടുത്ത സെക്കൻഡിൽ അവിടെ അറിയല്ലേ. ഏതായാലും എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനി വരുന്ന ദിവസങ്ങളിൽ, വരും നാളുകളിൽ നമുക്ക് പലതും കാണേണ്ടി വരും. പല അറസ്റ്റുകളും കാണേണ്ടി വരും, പല വായ മൂടിക്കെട്ടലുകളും കാണേണ്ടി വരും. അതെപ്പോഴും മോഹൻദാസിനെയും ബാലകൃഷ്ണനെയും നാരായണൻകുട്ടിയും അംബുജാഷിനെയും രാമൻകുട്ടിയും മാത്രമായിരിക്കില്ല കേട്ടോ. തിരിച്ചടിക്കും ഇത്. കാരണം മുമ്പ് പറഞ്ഞ പോലെ കേരളമല്ല ഭാരതം വേറെയാ. അവിടെയുണ്ട് ചോദിക്കാനും പറയാനും എല്ലാത്തിനും മേലെ പല ആൾക്കാരും അവിടെയുണ്ട്. അവരിതൊക്കെ അറിയുന്നത് പറഞ്ഞ് വെറുതെ അല്ല ഞാൻ. ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസം ഇതുപോലുള്ള അറസ്റ്റുകൾ, വായ മൂടിക്കെട്ടലൊക്കെ നമുക്ക് പലതും കാണേണ്ടി വരും. ഹൈന്ദവ സംബന്ധിയായിട്ടുള്ള സകലവിധമായ കാര്യങ്ങളിലും അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന, അപഹസിക്കുന്ന ഇവിടെയുള്ള ലീഗ് പോലുള്ള സംസ്ഥാപനങ്ങൾക്ക് മേലെയുള്ളവരുടെ കണ്ണ് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഓണം, വിഷു, തിരുവാതിര, ശിവരാത്രി ഇതൊന്നും ആഘോഷിക്കരുത്. മാത്രമല്ല അത്തരം കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നോക്കി നിൽക്കുക പോലും അരുത്. തിരുവാതിര കളിക്കരുത്, ഊഞ്ഞാല് കെട്ടരുത്. ഓണം ഡിപ്ലോമാറ്റിക്കായിട്ട്, അതൊക്കെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓണത്തിൻ്റെ കാര്യം ഒരു പറയേണ്ട ആവശ്യം തിരിക്കുന്നു. ഓണത്തിന് അവരുടെ ഗുദാമുകളിൽ പോയിട്ട് പറയട്ടെ, ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഓണത്തിന് അവിടെ പോകരുത്. ഇത് പരസ്യമായിട്ടാണ് ഒരു തെമ്മാടി പറഞ്ഞത്. ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ടേ ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന്. ഹിന്ദുവിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടായത്? അവിവേകം കൊണ്ടാണ് അതുണ്ടായത്. നിലവിളക്ക് കൊളുത്തരുത്, അത് പറയാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടായത്? അവിവേകം കൊണ്ടാണ് ഉണ്ടായത്. ഭാരതമാതാവിനെ പ്രകീർത്തിക്കുന്ന വന്ദേ മാതരം പാടരുത് ഇവിടെ ഭാരതത്തിൽ. ഭാരത സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണെങ്കിൽ PM ശ്രീ ഒരു കാരണവശാലും അംഗീകരിക്കരുത്. ഇനി PM ശ്രീ അംഗീകരിക്കുകയാണെങ്കിൽ കൂടി അതിനകത്തുള്ള ഹൈന്ദവ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തിരുത്തും, മാച്ചുകളയും എന്നൊരു മണ്ടൻ പ്രസ്താവനയും കണ്ടു. അതിനകത്തൊരു അക്ഷരം കൂട്ടിച്ചേർക്കാനോ അതിനൊരു അക്ഷരം ഇളക്കി മാറ്റാനോ അവർക്ക് കഴിയില്ല എന്നുള്ള സത്യം വേറെ, അത് ഇവർക്കും അറിയാം. പക്ഷേ ഇവിടെ അണികൾ കഴുതുകൾ കുറേ ഉണ്ടല്ലോ, മൂരികൾ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ തിരുത്തുമെന്ന്. അപ്പോൾ PM ശ്രീ അംഗീകരിക്കും, ഉറപ്പായി കഴിഞ്ഞു. നിങ്ങൾ ലീഗുകാർ കേരളത്തെ ഒരു ജിഹാദി സംസ്ഥാനമായിട്ട് വളർത്താൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ പരിണത ഫലം എന്താണെന്ന് അറിയാമോ? സംഘപരിവാർ തഴച്ചു വളരുന്നു, അത്ര തന്നെ. ഒഴുകി വരുന്ന നദിയെ തടഞ്ഞു നിർത്താൻ നോബഡി ക്യാൻ ടേക്ക് എ വാട്ടർ കോഴ്സ്, ഒരു റിവർ, അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് പറയും പോലെ ഇന്നത്തെ സാഹചര്യത്തിൽ സംഘപരിവാറിൻ്റെ കുത്തൊഴുക്ക് തടയാൻ ലീഗുകാരെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഹിന്ദുക്കളിലെ വലിയൊരു കൂട്ടം ആളുകൾ ഇപ്പോൾ നിങ്ങൾ അധിക്ഷേപിക്കുന്ന ഹിന്ദുത്വ ഭാവനയിലേക്ക് മുഖം തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ PG മോഹൻദാസിൻ്റെ അറസ്റ്റിനെ 4 കൈയും കൂട്ടി തൊഴുതുകൊണ്ട് പ്രകീർത്തിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെയുള്ള സംഘപരിവാറുകാർ, ഞാനടക്കം. ജയ് ശ്രീറാം.